സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്നതിനാൽ മോഷ്ടാക്കൾ പലയിടത്തും ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇത് പോലീസിന്റെ ഔദ്യോഗിക മുന്നറിയിപ്പാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ട മുൻകരുതലുകൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാർ പലപ്പോഴും അത് പാലിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈയിടെ പത്തനംതിട്ടയിലെ ഒരു വീട്ടിൽ സൂക്ഷിച്ച 55 പവൻ സ്വർണമാണ് തമിഴ്നാട് സ്വദേശികൾ കവർന്നത്. ജനുവരി 29 വ്യാഴാഴ്ച രാത്രിയിലാണ് പന്തളം സ്വദേശിയായ പ്രവാസിയുടെ വീട്ടിൽ നിന്നും 55 പവൻ സ്വർണം മോഷണം പോയത്. ബിജുനാഥിന്റെ മാതാവ് ഓമന പകൽ സമയങ്ങളിൽ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കാറുള്ളത്. രാത്രികാലങ്ങളിൽ ഇവർ അടുത്തുള്ള മകന്റെ വീട്ടിലാണ് ഉറങ്ങുന്നത്. ഈ സാഹചര്യം മുതലെടുത്തായിരുന്നു മോഷണം. അടുത്ത ദിവസം രാവിലെ ഓമന വീട്ടിലെത്തിയപ്പോഴാണ് മുൻവാതിൽ തകർത്ത നിലയിൽ കണ്ടത്. അകത്തുകയറി പരിശോധിച്ചപ്പോൾ കിടപ്പുമുറിയിലെ അലമാര കുത്തി തുറന്നതായും അതിലുണ്ടായിരുന്ന സ്വർണം നഷ്ടപ്പെട്ടതായും മനസ്സിലാക്കി. വിദേശത്തുള്ള മരുമകളുടെ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. തുടർന്ന് പന്തളം പോലീസിൽ വിവരമറിയിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. വീട്ടിൽ CCTV ക്യാമറകൾ ഇല്ലാതിരുന്നതിനാൽ അന്വേഷണത്തിൽ അല്പം തടസ്സം നേരിട്ടു. എന്നിരുന്നാലും വീടിനെയും പരിസരത്തെയും കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആരെങ്കിലും ആകാം മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് നേരത്തെ തന്നെ കരുതിയിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക പോലീസ് സംഘത്തെ രൂപീകരിച്ചാണ് പ്രതികൾക്കായുള്ള അന്വേഷണം നടത്തി വന്നിരുന്നത്. പിന്നാലെയാണ് തിരുനെൽവേലിയിൽ നിന്നും ഇസൈഖ്, ഗണേഷ് എന്നിവരെ പോലീസ് പിടികൂടുന്നത്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന വാഹനം കേന്ദ്രീകരിച്ചുകൂടി നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത്. ഇവർ ഉപയോഗിച്ച വാഹനത്തിന്റെ നമ്പറുകൾ വ്യാജമായിരുന്നു. അതിനുള്ള തെളിവുകൾ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്നും പോലീസ് കണ്ടെത്തി. മോഷ്ടാക്കൾ സ്വർണ്ണാഭരണങ്ങൾ അല്ലാതെ മറ്റ് സാധനങ്ങളൊന്നും കൊണ്ടുപോയിരുന്നില്ല. സീ മലയാളം ന്യൂസ്, പത്തനംതിട്ട.